അവകാശത്തിന് വേണ്ടി 2 മിനിറ്റ് ഇത് മെൻഷൻ ചെയ്ത് പോകാൻ പോലും ഈ സഭയിൽ അവസരമില്ലെങ്കിൽ ഈ സഭ എന്തിനാണ് സാർ കൂടുന്നത്? ഇത് 99 പേര് ബഹളം ഉണ്ടാക്കി ഞങ്ങളുടെ ശബ്ദം നിലപ്പിക്കാനാണോ? ഒരു കാര്യമല്ല പറയുന്നത്. 15 മിനിറ്റ് മന്ത്രി 15 മിനിറ്റ് ഈ മന്ത്രി പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നില്ലേ? മാത്രമല്ല ഐ വാസ് കൺക്ലൂഡിംഗ്. ഞങ്ങൾ പറയുന്നത് ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ സമരത്തോട് അതേ പരിഹസിക്കുകയും അവരെ പുച്ഛത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഭാഷ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇന്ന് അതേ സമീപനമാണ് ബഹുമാനപ്പെട്ട പാർലമെന്റ് കാര്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത്. സാർ, ഇത് ഈ സമരം ന്യായമായ ആവശ്യമാണ്. ഭരണത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തൊഴിലാളികളോടും അവകാശത്തിനു വേണ്ടി സമരം നടത്തുന്നവരോടും വല്ലാത്ത പുച്ഛമാണിപ്പോൾ. ആശാവർക്കർമാരുടെ സമരത്തെയും അംഗനവാടി ടീച്ചർമാരുടെ സമരത്തെയും ഒന്നും അവർ ഒരു ശബ്ദമായി കാണുന്നേയില്ല. ആ സമരത്തെ ശബ്ദമായി കാണുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരുടെ ശബ്ദവും പുറത്ത് കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുകയാണ് അവർ. നിയമസഭയിൽ ഈ സമരക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ സംസാരം പോലും എത്ര ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ MLA-മാർ തടസ്സപ്പെടുത്തുന്നത്. ഭരണപക്ഷത്തുള്ളവർ വെറും സുഖലോലുപരായി പിണറായി വിജയന്റെ വായ്ത്തുപാട്ടുകാരായി മാത്രം മാറുകയാണോ? എല്ലാ സമരത്തോടും നിങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുകയാണോ? സമരങ്ങൾ നിങ്ങൾക്ക് എന്നു മുതലാണ് പുച്ഛമായി തോന്നിയത്?